ആ രാഘവൻ നിങ്ങളുടെ കമ്പനിയാണോ? ആരെ? ചൊറിയൻ രാഘവനോ? ആ ചൊറിയനോ? ആ അവൻ തന്നെ അവൻ തന്നെ. അവൻ എന്താ പറഞ്ഞു? ഓ, നമ്മൾ അസോസിയേറ്റഡ് പൈസ പിരിച്ച് മുട്ടടിക്കുന്നതായിരിക്കും പറഞ്ഞേ അല്ലേ? അത് മാത്രമല്ല, പിന്നെ മറ്റേതും പറഞ്ഞു നിങ്ങൾ ഇവിടെ കുറെ കാലത്ത് ഭരണം നടത്തുന്നുണ്ടോ, ഇവിടെ പരിപാടി ഞാൻ നടത്തുന്നില്ലെന്നോ ഒക്കെ അവൻ പറയുന്നത് കേട്ടു. സാറേ, അത് അവന്മാർ അസൂയ കൊണ്ട് പറഞ്ഞാണ്. ഓ, എനിക്ക് സത്യത്തിലങ്ങ് മടുത്തു. ഏത്? ഇതല്ല ഈ അസോസിയേറ്റഡ് ഭരണമല്ല. എനിക്കും ഇതങ്ങ് മടുത്തടേ. ഇനി അവന്മാരുടെ കാര്യങ്ങളൊക്കെ നടത്താൻ എന്നെ കൊണ്ടങ്ങ് വയ്യാതിന്. എന്നാ പിന്നെ കാര്യം ചെയ്യും, എല്ലാവരും വിളിച്ച് ഇലക്ഷൻ നടത്തും. താല്പര്യമുള്ളവരൊക്കെ നോട്ട് ചെയ്യട്ടെ. സാറ് പറഞ്ഞാലും കാര്യമുണ്ട്. ഇതെന്ന് പറഞ്ഞാലോ ഞാൻ പറയുന്നത്? ഞങ്ങൾക്കറിയാലോ കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എന്നാ പിന്നെ ഇത്രയായ സ്ഥിതിക്ക് ഇലക്ഷൻ എങ്കിൽ ഇലക്ഷൻ നടത്താം. ആ എന്നാ പിന്നെ ശരി, നമുക്ക് കാണാം. ഇലക്ഷൻ കാണാം. ശരി സാറേ, വിളിക്കാം. ചേട്ടാ, ഈ ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞാലേ കണക്കുകളെ കാണിക്കേണ്ടി വരും. എന്നോടൊന്നും ചോദിക്കരുത്. 5-ന്റെ പൈസ അല്ല എൻ്റെ കയ്യിൽ. നിങ്ങൾ പേടിക്കണ്ടെന്നേ. നമ്മളൊരു വർക്കിംഗ് ഡേയിൽ ഇലക്ഷൻ വെക്കുന്നു, ആരും വരുന്നില്ല, അപ്പം നമ്മൾ തന്നെ. അത് ശരിയാ, ആർക്കും ഒന്നിന് സമയമില്ലല്ലോ. തൽക്കാലം നമ്മൾ മാറി നിന്ന് ഇലക്ഷൻ നടത്തുന്നു. അതെങ്ങനെ? സാറിൻ്റെ ഭാര്യ ഉമ ടീച്ചറെ നമ്മൾ ഏത് സ്ഥാനാർത്ഥിയാക്കുന്നു? ഉഗ്രൻ ഐഡിയ. എന്നാ പിന്നെ അടുത്ത റൗണ്ട് പൊട്ടിക്കട്ടാ. വിട്ട് പ്രസിഡന്റെ, യവന്മാരെല്ലാം വോട്ട് ചെയ്യാൻ വന്നവരാണോ? ആര് വന്ന എന്നാ? ആരാ എതിർപ്പാണല്ലേ? നമ്മൾ നിർബന്ധിച്ച് നിർത്തിയ അസോസിയേഷനിലെ പെണ്ണുങ്ങൾ. ആ സ്ത്രീകളുടെ വോട്ടും നമുക്ക് തന്നെ. ശരിയാ, കുറച്ച് പേർ മാത്രമേ വരികയുള്ളൂ, പക്ഷെ അതിലും ഭൂരിപക്ഷം നമുക്കാ. അതെ, ശരി വാ. രാവിലെ വോട്ടിട്ടിട്ടേ നിങ്ങൾ എങ്ങോട്ടാ മുങ്ങിയത്? മനസ്സിലായി. റിസൾട്ട് പ്രഖ്യാപിക്കാൻ സമയമായി. ഉമചേച്ചി, വോട്ടിൻ്റെ കഴിഞ്ഞു, പ്രഖ്യാപനമാകാം. പ്രിയമുള്ളവരെ, ഇക്കാലം വരെയും യാതൊരു സാമ്പത്തിക നേട്ടവും ഇല്ലാതെ നല്ല രീതിയിൽ ഭരണം നടത്തിയ ഞങ്ങൾക്ക് തന്നെ നിങ്ങളുടെ എല്ലാം വിലയേറിയ വോട്ടുകൾ തന്ന് ഞങ്ങളെ വിജയിപ്പിച്ച് കാണുമെന്ന് നമുക്ക് ഉറപ്പുണ്ടല്ലേ? ടീച്ചറേ, ഇനി റിസൾട്ട് വായിക്കാം. ആകെ ഇലക്ഷന് പങ്കെടുത്തത് 32 പേര്. 32? ഓ അണ്ണാ, എത്ര? 32. അയ്യോ, അതെങ്ങനെ 32? സാറേ, മിക്കവാറും അസോസിയേഷനിലെ എല്ലാ പെണ്ണുങ്ങളും ഒന്ന് വോട്ട് ചെയ്തതാ. നമ്മുടെ പെണ്ണുങ്ങളല്ലേ, എല്ലാവരും നമുക്ക് തന്നെ ചെയ്യൂ. ഈ ഇലക്ഷന് 3-നെതിരെ 29 വോട്ടുകൾക്ക് വനിതാ പാനൽ വിജയിച്ചിരിക്കുന്നു. മൂന്ന് വോട്ടേ കിട്ടിയുള്ളൂ. ഞാൻ സാറിനെ വോട്ട് ചെയ്തത്. എന്തായാലും പിന്നെ അറിയാമല്ലോ, അതിന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. സാറിന് ഞാൻ വോട്ട് ഇട്ടുള്ളൂ. ആകെ 3 വോട്ടല്ലേ കിട്ടിയുള്ളൂ. അതെങ്ങനെ ശരിയാവും? സംശയമുള്ളവർക്ക് ഇത് പരിശോധിക്കാം. ഏതായാലും എല്ലാവരും ചേർന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്ത സ്ഥിതിക്ക് ഈ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ആശംസകൾ. നിങ്ങൾ കൂടെ പോണ്. നിക്കേ, നില്ലണ. നമുക്കൊന്ന് നോക്കാം അല്ലേ ടീച്ചറെ? നിങ്ങളിങ്ങനെ അണ്ടി കളഞ്ഞാൽ അണ്ണാനെ പോലെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? പോയത് പോട്ട്. അണ്ണാൻ്റെ എൻ്റെ വായിലേക്കൊന്നും കേൾക്കരുത്.
എന്നാൽ ഈ 3 നോട്ട് മാത്രം. അവന്മാരൊക്കെ നമുക്ക് വോട്ട് തന്നാണല്ലോ പറഞ്ഞത്. അത് അവന്മാർ നമുക്കിട്ട് തന്നതാ. ഇപ്പം പ്രശ്നത്തിനൊന്നും പോകണ്ട, കുറച്ച് നാളിങ്ങനെ അങ്ങ് പോട്ട്. ശരിയാ ശരിയാ, ഇല്ലെങ്കിൽ അവന്മാരൊരിക്കലും നമ്മൾ തോറ്റിട്ടാണ് ഈ പണിക്ക് നടക്കുന്നത്. എന്നാലും ഉമ അവളുമാർ വെൽ പ്ലാൻഡ് ആയിരുന്നു. നമ്മളവരെ ചെറുതാക്കി കണ്ടു. അണ്ണാ, ഇത് നമ്മൾ വിട്ടുകൊടുക്കരുത്. എന്തായാലും വലിയ നാണക്കേടായിപ്പോയി. നിങ്ങൾ നോക്കിക്കോ, കുടുംബം കലക്കിയിട്ടാണേലും ഞാനിത് കലക്കും. ഈ പെണ്ണുങ്ങളെ സമ്മതിക്കണം അല്ലേ? പിന്നല്ലാതെ ഒരു കല്യാണം നടത്തുന്ന ചെറിയ കാര്യമാണ്. ഈ പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറഞ്ഞതേ പണ്ടാ. ഇപ്പൊ പെൺബുദ്ധി എന്ന് പറഞ്ഞത് അത് മുൻബുദ്ധിയാ. എന്നാലും എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിലും വലുത് വരാനുള്ളത് ഇങ്ങനെയൊക്കെ അങ്ങ് പോയെന്ന് വിചാരിച്ചാൽ മതി. എങ്ങനെ ഞാൻ ഈ സഹിക്കും? ഈ പെണ്ണുങ്ങൾ ഭരണത്തിൽ കയറിയിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കും പോകാമായിരുന്നു. എങ്ങനെ പോകാനാ? പട്ടിപ്പുല്ല് തിന്നേയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല. അങ്ങനെയാണ് ഇവിടെ ചിലർ. തരടാ, ഞാനിപ്പോൾ പട്ടി എല്ലാം എൻ്റെ തലയിൽ വെച്ച് കെട്ടിക്കോ. നോക്കിക്കോ, അസോസിയേഷൻ നടത്തിയ കല്യാണം അധിക കാലം ഞാൻ വെച്ച് ഉറപ്പിക്കില്ല. ഉള്ളത് പറഞ്ഞാൽ നമുക്കല്പം നാണക്കേടാണെങ്കിലും ഈ പെണ്ണുങ്ങൾ ചെയ്തത് നല്ലൊരു കാര്യമാണ്. നമ്മളെന്താ ചെയ്യുന്നത്? ഞായറാഴ്ച പിരിക്കുന്നു, പുട്ടടിക്കുന്നു. കൊള്ളാം കൊള്ളാം കൊള്ളാം. നീയൊക്കെ സാരിയും ചുറ്റി അവളുമാരുടെ കൂടെ അങ്ങ് കൂടിക്കോ. അതാ നിങ്ങൾക്കൊക്കെ നല്ലത്. നമ്മുടെ തീരുമാനപ്രകാരം നമ്മളോ നമുക്ക് വേണ്ടപ്പെട്ടവരോ 1 രൂപ പോലും ഇക്കാര്യത്തിന് ചിലവാക്കിയിട്ടില്ല. ആ പെണ്ണുങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്തത്. ആയിക്കോട്ടെ, ഞാനിന്നൊരു തീരുമാനം ഉണ്ടാക്കും. ഞാനങ്ങോട്ട് പോവാ, നിങ്ങൾ വരുന്നെങ്കിൽ പോവാ. അണ്ണാ അണ്ണത് വേറെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. പാടേ ഇത് ഞങ്ങളെ കളിയാക്കാമെന്ന് അറിയാം. നോക്കട്ടെ എവിടെ വരെ പോകുമെന്ന്. ചേട്ടാ, ഒരു നല്ല കാര്യം നടന്നിരിക്കുക, വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. ആ എവിടെ പുതുമണവാളനും മണവാട്ടിയും? ടീച്ചറെ കൊള്ളാം കേട്ടോ, സ്വന്തം ഭർത്താവിട്ടെന്ന് നല്ല പണിയാവും. നിങ്ങളൊക്കെ എന്താ ഈ പറയുന്നത്? ഞങ്ങളൊരു നല്ല കാര്യമല്ലേ ചെയ്തത്? വേണമെങ്കിൽ ഇതിലും നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്താമായിരുന്നു. ധനപാലൻ ചേട്ടൻ ഇതിലും നല്ല കാര്യം നടത്താൻ ഉറപ്പിച്ചാണ് വന്നിരിക്കുന്നത്. അതെ അതെ. ശരി, അപ്പോൾ കാര്യങ്ങൾ ഞങ്ങൾ ഇറങ്ങുമോ? ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഞങ്ങൾ സഹായിച്ചില്ലേലും കയ്യിൽ നിന്നും കടം വാങ്ങിച്ച കല്യാണം മംഗളമായിട്ട് നടത്തിയില്ലേ? ഇനിയിപ്പോൾ ആണുങ്ങൾക്ക് എന്താ വില ഇവിടെ? ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളൊരു വിലയില്ലല്ലോ. അതുകൊണ്ട് ധനപാലൻ ചേട്ടന് എന്തായാലും ഇത് ക്ഷമിക്കാൻ പറ്റില്ല. ധനപാലൻ ചേട്ടൻ ഉമ്മച്ചേച്ചിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വേണ്ടി ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. റോയ്, അനാവശ്യം പറയരുത്. അനാവശ്യമല്ല. റോയ് പറഞ്ഞത് എന്റെ തീരുമാനം. വാ. ഞങ്ങളുടെ തീരുമാനം ഇതാണ്. ഇനി കോളനി ജോലി ചെയ്യണ്ട. രാജേഷ് ഇനി ഡ്രൈവറായും ജോലി ചെയ്യണ്ട. ഞെട്ടിയാ? ആലോചിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഇത്രയൊക്കെ ആകില്ലേ, ഞങ്ങൾ ആണുങ്ങൾ വിചാരിച്ചാലും പലതും നടക്കും. ചേട്ടാ, ടീച്ചറെ വിഷമിക്കാതെ മായയ്ക്കും രാജേഷിനും
ധനപാൽ സാറിന്റെ സ്കൂളിൽ ജോലി കൊടുക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല ഇന്ന് വൈകിട്ടത്തെ കല്യാണ പാർട്ടി ഞങ്ങളുടെ വക. ഞെട്ടിയാ? വീണ്ടും ഞെട്ടിയാ? ഇപ്പൊ ആരാ സ്കോർ ചെയ്യുന്നത്? ധനപാലൻ ചേട്ടൻ. നിങ്ങൾ പെണ്ണുങ്ങളെ ഞങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇനി അതില്ല. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ പരിപൂർണ പിന്തുണ ഉണ്ടായിരിക്കും. അതാണ് ധനപാലൻ ചേട്ടൻ. അതിടാണ്. പക്ഷേ എന്ത് പക്ഷേ? ഒരു പിരിവിനോട് ഇറങ്ങേണ്ടി വരും.